എഡ്യൂക്കേസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് കേരള PSC 2024 നടത്തിയ ഒരു പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. ചോദ്യപേപ്പർ കോഡ് 133/2024. അപ്പോൾ PSCയുടെ വരുന്ന പരീക്ഷകൾക്ക് തിരഞ്ഞെടുക്കുന്നവർ ഈ ചോദ്യപേപ്പർ പഠിച്ചിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, സമാധാനം, ഭൂമി, അപ്പം, ജനാധിപത്യം, എനിക്ക് ശേഷം പ്രളയം. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ 1ഉം 3ഉം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഇത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രധാന മുദ്രാവാക്യമായിരുന്നു. എനിക്ക് ശേഷം പ്രളയം ഫ്രഞ്ച് ഭരണാധികാരിയായിരുന്ന ലൂയി 15 നടത്തിയ പ്രശസ്തമായ പ്രസ്താവനയാണിത്. സമാധാനം, ഭൂമി, അപ്പം, ജനാധിപത്യം ഇത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതല്ല, മറിച്ച് 1917 റഷ്യൻ വിപ്ലവകാലത്ത് വ്ളാഡിമിർ ലെനിൻ ഉയർത്തിയ ഒരു മുദ്രാവാക്യമാണ്. ഐക്യ കേരള തമ്പുരാൻ എന്നറിയപ്പെടുന്നത് ആര്? ഐക്യ കേരള തമ്പുരാൻ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സി മഹാരാജ കേരളവർമ്മ. മഹാരാജ കേരളവർമ്മയാണ് ഐക്യ കേരള തമ്പുരാൻ എന്ന് അറിയപ്പെടുന്നത്. മൂന്നാമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. അടുത്ത ചോദ്യം നോക്കാം. മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ ശരിയായത് തിരഞ്ഞെടുത്തെഴുതുക. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ക്വിറ്റ് ഇന്ത്യ. ചമ്പാരൻ സത്യാഗ്രഹം, സിവിൽ നിയമലംഘന പ്രസ്ഥാനം, ചാന്നാർ ലഹള. മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ ശരിയായത് തിരഞ്ഞെടുത്ത് എഴുതുക. ഓപ്ഷൻ ബി 1, 2, 3. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക 1942 ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് മഹാത്മാഗാന്ധി നൽകിയ ആവേശകരമായൊരു മുദ്രാവാക്യമാണിത്. ചമ്പാരൻ സത്യാഗ്രഹം 1917 ബീഹാറിലെ ചമ്പാരനിൽ നീലം കർഷകർക്കായി ഗാന്ധിജി നടത്തിയ ഇന്ത്യയിലെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സത്യാഗ്രഹമാണ്. സിവിൽ നിയമലംഘന പ്രസ്ഥാനം 1930 ഉപ്പു സത്യാഗ്രഹത്തോടെ ഗാന്ധിജി ആരംഭിച്ച പ്രധാന സമരമാണിത്. ചാന്നാർ ലഹള ഇത് 19-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂറിൽ നടന്ന വസ്ത്രധാരണ സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടമാണ്. ഇത് മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ പ്രവർത്തന കാലത്തിന് മുൻപ് നടന്നതാണ്. അടുത്ത ചോദ്യം. ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളിൽ ശരിയായവ ഏത്? മുഹമ്മദ് അലി ആൻഡ് ഷൗക്കത്ത് അലി, മോത്തിലാൽ നെഹ്റു ആൻഡ് CR ദാസ്, ലാലാ ലജ്പത് റായ് ആൻഡ് ബാലഗംഗാധര തിലകൻ, രവീന്ദ്രനാഥ് ടാഗോർ ആൻഡ് സുഭാഷ് ചന്ദ്രബോസ്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളിൽ ശരിയായവ ഏതാണ്? ഓപ്ഷൻ എ മുഹമ്മദ് അലി ആൻഡ് ഷൗക്കത്ത് അലി. അലി സഹോദരന്മാർ എന്നറിയപ്പെടുന്ന ഇരുവരാണ് ഇന്ത്യയിൽ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. 1-ാം ലോക മഹായുദ്ധകാലത്തിന് ശേഷം തുർക്കിയിലെ ഖലീഫയുടെ അധികാരം സംരക്ഷിക്കുന്നതിനായി ആരംഭിച്ച പ്രസ്ഥാനമാണിത്. ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം അടുത്തിടെ വിക്ഷേപിച്ചു. ഏതാണ് ഉപഗ്രഹം? തന്നിരിക്കുന്നവയിൽ ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം ഏതാണ്? ഓപ്ഷൻ എ ഇൻസാറ്റ് 3DS. ഇൻസാറ്റ് 3DS ISRO അടുത്തിടെ വിക്ഷേപിച്ച അത്യാധുനിക കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹമാണിത്. കാലാവസ്ഥാ പ്രവചനം കൂടുതൽ കൃത്യമാക്കാനും പ്രകൃതിക്ഷോഭങ്ങളെക്കുറിച്ച് നേരത്തെ മുന്നറിയിപ്പ് നൽകാനും ഈ ഉപഗ്രഹം സഹായിക്കുന്നു. ഓവർലാപ്പോട് കൂടിയ ഒരു ജോഡി ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഓവർലാപ്പോട് കൂടിയ ഒരു ജോഡി ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഓപ്ഷൻ ബി സ്റ്റീരിയോസ്കോപ്പ്. ആകാശീയ ഫോട്ടോകൾ അഥവാ ഏരിയൽ ഫോട്ടോഗ്രാഫ്സ് വിശകലനം ചെയ്യുമ്പോൾ ഒരു പ്രദേശത്തിൻ്റെ 2 വ്യത്യസ്ത കോണുകളിൽ നിന്നുള്ള ചിത്രങ്ങൾ സ്റ്റീരിയോ പെയർ ഒരുമിച്ച് കണ്ട് അവയുടെ ത്രിമാന രൂപം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റീരിയോസ്കോപ്പ്. സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് ഭൂപടത്തിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖ. സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് ഭൂപടത്തിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖ ഏതാണ്? ഓപ്ഷൻ എ കോണ്ടൂർ. സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് ഭൂപടത്തിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് കോണ്ടൂർ രേഖകൾ. ടൊഡാബേട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വത ശിഖരം. ടൊഡാബേട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വത ശിഖരം. ഓപ്ഷൻ ഡി നീലഗിരിക്കുന്ന്. ടൊഡാബേട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വത ശിഖരം നീലഗിരിക്കുന്നാണ്. ദക്ഷിണേന്ത്യയിലെ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായ നീലഗിരി കുന്നുകളിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് ടൊഡാബേട്ട.
ഹൂഗ്ലി നദിയിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖം. തന്നിരിക്കുന്നവയിൽ ഹൂഗ്ലി നദിയിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏതാണ്? ഓപ്ഷൻ സി കൊൽക്കത്ത. കൊൽക്കത്ത തുറമുഖമാണ് ഹൂഗ്ലി നദിയിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖം. പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം. പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം. ഓപ്ഷൻ എ ചിന്നാർ. ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ചിന്നാർ വന്യജീവി സങ്കേതം പശ്ചിമഘട്ടത്തിൻ്റെ മഴനിഴൽ പ്രദേശത്താണ് വരുന്നത്. ഒളിമ്പിക്സ് വനിതാ ഷൂട്ടിംഗ് മത്സരങ്ങളിൽ ഇന്ത്യക്ക് ആദ്യമായി മെഡൽ നേടിത്തന്ന താരം. ഒളിമ്പിക്സ് വനിതാ ഷൂട്ടിംഗ് മത്സരങ്ങളിൽ ഇന്ത്യക്കായി ആദ്യമായി മെഡൽ നേടിത്തന്ന താരം. ഓപ്ഷൻ ഡി മനു ഭാക്കർ. 2024 പാരീസ് ഒളിമ്പിക്സിൽ വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റൾ ഇനത്തിൽ വെങ്കല മെഡൽ നേടിയതോടെയാണ് ഈ നേട്ടം മനു ഭാക്കറിന് സ്വന്തമായത്. ഒളിമ്പിക്സ് ഷൂട്ടിംഗിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് മനു ഭാക്കർ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? മഹലനോബിസ് മാതൃകയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. മനുഷ്യ വിഭവശേഷി വികസനമായിരുന്നു ലക്ഷ്യം. വ്യവസായ വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉരുക്കു നിർമ്മാണശാലകൾ സ്ഥാപിച്ചു. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ 2. മനുഷ്യ വിഭവശേഷി വികസനം, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്. ഇത് ഇന്ത്യയുടെ 8ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമായിരുന്നു. 1992 മുതൽ 1997 വരെ ഉണ്ടായിരുന്ന 8ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമായിരുന്നു മനുഷ്യ വിഭവശേഷി വികസനം. 14ാമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന് കാരണമായത് എന്താണ്? വ്യാപാര രംഗത്തുള്ള ചൈനയുടെ മുന്നേറ്റം, ഇന്ത്യയുടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും കമ്മിയും, ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള യുദ്ധം, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള അതൃപ്തി. ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന് കാരണമായത് എന്താണ്? ഓപ്ഷൻ ബി ഇന്ത്യയുടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും കമ്മിയും. താഴെ പറയുന്നവയിൽ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനം അല്ലാത്തത് ഏതാണ്? ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനികൾ, ഇൻഷുറൻസ് ബാങ്കുകൾ, മ്യൂച്വൽ സേവിങ്സ് ബാങ്കുകൾ, വാണിജ്യ ബാങ്കുകൾ. തന്നിരിക്കുന്നവയിൽ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി വാണിജ്യ ബാങ്കുകൾ. വാണിജ്യ ബാങ്കുകൾ അഥവാ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, ഇവ ബാങ്കിംഗ് നിയമങ്ങൾക്കും RBI നിയന്ത്രണങ്ങൾക്കും കീഴിൽ പ്രവർത്തിക്കുന്ന പൂർണ്ണരൂപത്തിലുള്ള ബാങ്കുകളാണ്. സേവിങ്സ് അക്കൗണ്ട്സ് തുടങ്ങാനും ചെക്കുകൾ ഇഷ്യൂ ചെയ്യാനും ഇവയ്ക്ക് അധികാരമുണ്ട്. അതിനാൽ ഇതൊരു ബാങ്കിംഗ് ഇതര സ്ഥാപനമല്ല. താഴെ പറയുന്നവയിൽ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം? ഇതിൻ്റെ വക്താവ് MS സ്വാമിനാഥനാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ ഇത് ഗോതമ്പ് വിപ്ലവം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. രാസവളങ്ങളും രാസകീടനാശിനികളും ഉപയോഗിച്ചുള്ള കൃഷിരീതിയാണിത്. ഹരിത വിപ്ലവം വ്യവസായ വികസനം സാധ്യമാക്കി. തന്നിരിക്കുന്നവയിൽ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ സി 1, 2, 3. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ. ഇതിൻ്റെ വക്താവ് MS സ്വാമിനാഥനാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ ഇത് ഗോതമ്പ് വിപ്ലവം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. രാസവളങ്ങളും രാസകീടനാശിനികളും ഉപയോഗിച്ചുള്ള കൃഷിരീതിയാണിത്. ഹരിത വിപ്ലവം പ്രധാനമായും കാർഷിക രംഗത്തെ വിപ്ലവകരമായ മാറ്റങ്ങൾക്കും ഭക്ഷ്യ സ്വയം പര്യാപ്തതയ്ക്കുമാണ് ഊന്നൽ നൽകിയത്. പാലിൻ്റെയും പയർവർഗ്ഗങ്ങളുടെയും ഉൽപാദന കാര്യത്തിൽ നിലവിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണ്? പാലിൻ്റെയും പയർവർഗ്ഗങ്ങളുടെയും ഉൽപാദന കാര്യത്തിൽ നിലവിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണ്? ഓപ്ഷൻ എ 1ാം സ്ഥാനം. പാലിൻ്റെയും പയർവർഗ്ഗങ്ങളുടെയും ഉൽപാദന കാര്യത്തിൽ നിലവിൽ ഇന്ത്യക്ക് 1ാം സ്ഥാനമാണ്. 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായി നിയമിക്കപ്പെട്ടത് ആരാണ്? 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായി നിയമിക്കപ്പെട്ടത് ഓപ്ഷൻ സി അരവിന്ദ് പനഗരിയ. അരവിന്ദ് പനഗരിയാണ് 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായി നിയമിക്കപ്പെട്ടത്. ഓൾ ഇന്ത്യ സർവീസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് താഴെ പറയുന്നതിൽ ഏതാണ്? ഓൾ ഇന്ത്യ സർവീസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 312. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 312 പാർലമെൻറ്റിന് പുതിയ ഓൾ ഇന്ത്യ സർവീസുകൾ, ഉദാഹരണത്തിന് IAS, IPS, IFS തുടങ്ങിയവ രൂപീകരിക്കാനുള്ള അധികാരം നൽകുന്നത്.
യൂണിയൻ ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും അധികാരങ്ങളെ വിഭജിക്കുന്ന ലിസ്റ്റുകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ്? യൂണിയൻ ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും അധികാരങ്ങളെ വിഭജിക്കുന്ന ലിസ്റ്റുകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ്? ഓപ്ഷൻ എ 7ാമത്തെ പട്ടികയിൽ. ഇന്ത്യൻ ഭരണഘടനയുടെ 7ാമത്തെ പട്ടികയാണ് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള അധികാര വിഭജനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇതിൽ 3 ലിസ്റ്റുകളാണുള്ളത്: യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റ് കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രം നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങൾ. സ്റ്റേറ്റ് ലിസ്റ്റ് സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് അധികാരമുള്ള വിഷയങ്ങൾ. കൺകറന്റ് ലിസ്റ്റ് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒരുപോലെ നിയമനിർമ്മാണം നടത്താൻ കഴിയുന്ന വിഷയങ്ങൾ. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ സംബന്ധിക്കുന്ന ഏറ്റവും ശരിയായ വസ്തുതകൾ താഴെ പറയുന്നതിൽ ഏതാണ്? യൂണിയൻ പബ്ലിക് സർവീസിൻ്റെ അംഗസംഖ്യ പ്രധാനമന്ത്രിക്ക് തീരുമാനിക്കാമെന്ന് ഭരണഘടന അനുശാസിക്കുന്നു. 62 വയസ്സ് വിരമിക്കൽ പ്രായം. യൂണിയൻ പബ്ലിക് സർവീസ് അംഗങ്ങളെയും ചെയർമാനെയും രാഷ്ട്രപതി നിയമിക്കുന്നു. യൂണിയൻ പബ്ലിക് സർവീസ് അംഗങ്ങളെ പുറത്താക്കാനുള്ള അധികാരം പ്രധാനമന്ത്രിക്കുണ്ടെന്ന് ഭരണഘടന പറയുന്നു. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ സംബന്ധിക്കുന്ന ഏറ്റവും ശരിയായ വസ്തുതകൾ താഴെ പറയുന്നതിൽ ഏതാണ്? ഓപ്ഷൻ സി 3 മാത്രം ശരി. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 316 പ്രകാരം UPSC ചെയർമാനെയും മറ്റംഗങ്ങളെയും നിയമിക്കാനുള്ള അധികാരം ഇന്ത്യൻ രാഷ്ട്രപതിക്കാണ് ഉള്ളത്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളുടെ എണ്ണം തീരുമാനിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. UPSC ചെയർമാൻ്റെയും അംഗങ്ങളുടെയും വിരമിക്കൽ പ്രായം 65 വയസ്സാണ്. UPSC അംഗങ്ങളെ പുറത്താക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ് ഉള്ളത്. അടുത്ത ചോദ്യം: ഇന്ത്യയുടെ ഫിനാൻസ് കമ്മീഷനെക്കുറിച്ചുള്ള ഏറ്റവും ശരിയായ വസ്തുതകൾ താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ്? 1951 രൂപം കൊണ്ട ആദ്യ ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ KC നിയോഗിയായിരുന്നു. ഫിനാൻസ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ ഉപദേശക സ്വഭാവമുള്ളതാണ്. അർദ്ധ ജുഡീഷ്യൽ സ്വഭാവമുള്ളതാണ് ഈ സമിതി. അർദ്ധ ജുഡീഷ്യൽ സ്വഭാവം ഇല്ല. ഇന്ത്യൻ ഫിനാൻസ് കമ്മീഷനെക്കുറിച്ചുള്ള ഏറ്റവും ശരിയായ വസ്തുതകൾ താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി 1, 2, 3 ശരി. ഇന്ത്യയുടെ ഫിനാൻസ് കമ്മീഷനെക്കുറിച്ചുള്ള ഏറ്റവും ശരിയായ വസ്തുതകൾ: 1951 രൂപം കൊണ്ട ആദ്യ ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ KC നിയോഗിയായിരുന്നു. ഫിനാൻസ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ ഉപദേശക സ്വഭാവമുള്ളതാണ്. അർദ്ധ ജുഡീഷ്യൽ സ്വഭാവമുള്ളതാണ് ഈ സമിതി. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനെ സംബന്ധിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? 1993 രൂപീകൃതമായി. 102ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഭരണഘടനാപരമായ അംഗീകാരം നേടിയത്. കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് നൽകേണ്ടത് പ്രധാനമന്ത്രിക്കാണ്. കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ നൽകേണ്ടത് രാഷ്ട്രപതിക്കാണ്. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനെ സംബന്ധിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി 1, 2, 4 ശരി. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ 1993 രൂപീകൃതമായി. 102ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനാപരമായ അംഗീകാരം നേടി. കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ നൽകേണ്ടത് രാഷ്ട്രപതിക്കാണ്. താഴെ തന്നിരിക്കുന്നതിൽ ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിസഭയിലെ അറ്റോമിക് എനർജി വകുപ്പ് ആരാണ് കൈകാര്യം ചെയ്യുന്നത്? തന്നിരിക്കുന്നവരിൽ ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിസഭയിലെ അറ്റോമിക് എനർജി വകുപ്പ് ആരാണ് കൈകാര്യം ചെയ്യുന്നത്? ഓപ്ഷൻ എ ശ്രീ നരേന്ദ്രമോദി. ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിസഭയിലെ അറ്റോമിക് എനർജി വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് നരേന്ദ്രമോദി. ഇപ്പോഴത്തെ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഇപ്പോഴത്തെ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ സി ശ്രീ കിഷോർ മക്വാന. ശ്രീ കിഷോർ മക്വാനയാണ് ഇപ്പോഴത്തെ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ. കേരളത്തിൽ ചീഫ് സെക്രട്ടറി പദവിയിലെത്തിയ ആദ്യ വനിത. കേരളത്തിൽ ചീഫ് സെക്രട്ടറി പദവിയിലെത്തിയ ആദ്യത്തെ വനിത ആരാണ്? ഓപ്ഷൻ ബി പത്മ രാമചന്ദ്രൻ. പത്മ രാമചന്ദ്രനാണ് കേരളത്തിൽ ചീഫ് സെക്രട്ടറി പദവിയിലെത്തിയ ആദ്യ വനിത. ഇന്ത്യൻ ഭരണഘടനയുടെ 309ാം അനുച്ഛേദപ്രകാരം കേരള സിവിൽ സർവീസ് നിയമന വേതന ചട്ടങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരം ആർക്കാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ 309ാം അനുച്ഛേദപ്രകാരം കേരള സിവിൽ സർവീസ് നിയമന വേതന ചട്ടങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരം ആർക്കാണ്? ഓപ്ഷൻ ഡി കേരള ഗവൺമെൻറ്. ഇന്ത്യൻ ഭരണഘടനയുടെ 309ാം അനുച്ഛേദപ്രകാരം കേരള സിവിൽ സർവീസ് നിയമന വേതന ചട്ടങ്ങൾ നിർമ്മിക്കുന്ന അധികാരം കേരള ഗവൺമെൻറ്റിനാണ്. ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്?
ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ സി തണ്ണീർത്തടങ്ങൾ. തണ്ണീർത്തടങ്ങളെയാണ് ഭൂമിയുടെ വൃക്കകൾ എന്ന് അറിയപ്പെടുന്നത്. വിവാഹബന്ധം വേർപെടുത്തിയ മുസ്ലിം വനിതകൾക്ക് ജീവനാംശം നൽകുന്നതുമായി ബന്ധപ്പെട്ട കേസ് താഴെ പറയുന്നവയിൽ ഏതാകുന്നു? മധുര കേസ്, വിശാഖ കേസ്, ഷാബാനു കേസ്, ഷയറ ബാനു കേസ്. തന്നിരിക്കുന്നവയിൽ വിവാഹബന്ധം വേർപെടുത്തിയ മുസ്ലിം വനിതകൾക്ക് ജീവനാംശം നൽകുന്നതുമായി ബന്ധപ്പെട്ട കേസ് ഏതാണ്? ഓപ്ഷൻ സി ഷാബാനു കേസ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ദേശീയ ദുരന്ത നിവാരണ നയം അനുസരിച്ച് സംസ്ഥാനത്ത് രൂപീകൃതമായ ഏജൻസിയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. സംസ്ഥാന ദുരന്ത നിവാരണ നയം രൂപീകരിക്കുന്നു. പ്രകൃതി ദുരന്ത സാധ്യതയുള്ള മേഖലകൾ നിർണ്ണയിക്കുന്നു. വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി ദുരന്ത നിവാരണ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ ഡി എല്ലാ പ്രസ്താവനകളും ശരിയാണ്. തന്നിരിക്കുന്ന 4 പ്രസ്താവനകളും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ശരിയായതാണ്. സമൂഹത്തിൽ വിവിധ തരം പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് സ്വന്തം താമസ സ്ഥലത്ത് നിന്ന് തന്നെ ഓൺലൈനായി കൗൺസിലിംഗ്, നിയമസഹായം എന്നിവ നൽകുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതി താഴെ പറയുന്നവയിൽ ഏതാണ്? സമൂഹത്തിൽ വിവിധ തരം പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് സ്വന്തം താമസ സ്ഥലത്ത് നിന്ന് തന്നെ ഓൺലൈനായി കൗൺസിലിംഗ്, നിയമസഹായം എന്നിവ നൽകുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ കാതോർത്ത്. കാതോർത്ത് എന്ന പദ്ധതിയാണ് സമൂഹത്തിൽ വിവിധ തരം പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് സ്വന്തം താമസ സ്ഥലത്ത് നിന്ന് തന്നെ ഓൺലൈനായി കൗൺസിലിംഗ്, നിയമസഹായം എന്നിവ നൽകുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതി. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ താഴെ പറയുന്നവരിൽ ആരാണ്? കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ്? ഓപ്ഷൻ സി പി സതീദേവി. പി സതീദേവിയാണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ. മസ്തിഷ്കത്തിൻ്റെ വിവിധ ഭാഗങ്ങളും അവയുടെ ധർമ്മവും തന്നിരിക്കുന്നു. ഇവയിൽ ശരിയല്ലാത്ത പ്രസ്താവനകളേവ? സെറിബെല്ലം ശരീരത്തിൻ്റെ തുലനനില പരിപാലിക്കുന്നു. സെറിബ്രം ചിന്ത, ബുദ്ധി, ഓർമ്മ എന്നിവയുടെ കേന്ദ്രം. മെഡുല ഒബ്ലാങ്കേറ്റ ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്കുവഹിക്കുന്നു. ഹൈപ്പോതലാമസ് ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നീ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ വിവിധ ഭാഗങ്ങളും അവയുടെ ധർമ്മവും തന്നിരിക്കുന്നു. ഇവയിൽ ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ ബി 3ഉം 4ഉം. തന്നിരിക്കുന്നവയിൽ 3ഉം 4ഉമാണ് മസ്തിഷ്കത്തിൻ്റെ വിവിധ ഭാഗങ്ങളും അവയുടെ ധർമ്മവും തന്നിരിക്കുന്നവയിൽ ശരിയല്ലാത്തത്. ആന്തര സമസ്ഥിതി പരിപാലനം പ്രധാനമായും നിയന്ത്രിക്കുന്നത് ഹൈപ്പോതലാമസ് ആണ്. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നിവ നിയന്ത്രിക്കുന്നത് മെഡുല ഒബ്ലാങ്കേറ്റയുമാണ്. അടുത്ത ചോദ്യം, ജീവകങ്ങളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായ ജോഡികളേവ? ജീവകം, അപര്യാപ്തത രോഗം. എ നിശാന്തത, B1 അനീമിയ, B9 ബെറിവറി, ഡി റിക്കറ്റ്സ്. ജീവകങ്ങളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും തന്നിരിക്കുന്നു. ശരിയായ ജോഡികൾ ഏവ? ഓപ്ഷൻ സി 1, 4 എന്നിവ. ജീവകം എയുടെ കുറവ് മൂലമുണ്ടാകുന്നത് നിശാന്തതയാണ്. ജീവകം ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്നത് റിക്കറ്റ്സ് ആണ്. ജീവകം B1ൻ്റെ കുറവ് മൂലമുണ്ടാകുന്നത് ബെറിബറിയും വിറ്റാമിൻ B9ൻ്റെ കുറവ് മൂലമുണ്ടാകുന്നത് അനീമിയയുമാണ്. ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസിന് കാരണമായ രോഗാണു ഏതാണ്? ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസിന് കാരണമായ രോഗാണു? ഓപ്ഷൻ ബി 2 മാത്രം, വൈറസ്. പുകവലി മൂലം ശ്വാസകോശത്തിനെ ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ശ്വാസകോശ ക്യാൻസർ, ബ്രോങ്കൈറ്റിസ്, എംഫിസീമ, ഉയർന്ന രക്തസമ്മർദ്ദം. തന്നിരിക്കുന്നവയിൽ പുകവലി മൂലം ശ്വാസകോശത്തിനെ ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി 4 മാത്രം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗങ്ങൾ വരുന്ന ജോഡി ഏതാണ്? എലിപ്പനി, ഡിഫ്തീരിയ, ക്ഷയം, എയ്ഡ്സ്, വട്ടച്ചൊറി, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ. തന്നിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗങ്ങൾ വരുന്ന ജോഡി ഏതാണ്? ഓപ്ഷൻ എ 1 മാത്രം. തന്നിരിക്കുന്നവയിൽ എലിപ്പനി, ഡിഫ്തീരിയ എന്ന ജോഡിയാണ് ബാക്ടീരിയ രോഗങ്ങൾ. ക്ഷയം, എയ്ഡ്സ്. ഇതിൽ ക്ഷയം TB ബാക്ടീരിയ രോഗമാണെങ്കിലും എയ്ഡ്സ് വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ്. വട്ടച്ചൊറി, മലമ്പനി. വട്ടച്ചൊറി ഫംഗസ് മൂലവും മലമ്പനി പ്രോട്ടോസോവ മൂലമാണ് ഉണ്ടാകുന്നത്. ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ ഇവ രണ്ടും
വൈറസുകൾ മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ്. പ്രമേഹത്തിൻ്റെ കോംപ്ലിക്കേഷനായ ഡയബറ്റിക് റെറ്റിനോപ്പതി നിർണ്ണയിക്കുന്നതിനും ചികിത്സിക്കുന്നതിനും സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? പ്രമേഹത്തിൻ്റെ കോംപ്ലിക്കേഷനായ ഡയബറ്റിക് റെറ്റിനോപ്പതി നിർണ്ണയിക്കുന്നതിനും ചികിത്സിക്കുന്നതിനും സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ഓപ്ഷൻ ബി 2 മാത്രം, നയനാമൃതം പദ്ധതി. നയനാമൃതം പദ്ധതിയാണ് പ്രമേഹത്തിൻ്റെ കോംപ്ലിക്കേഷനായ ഡയബറ്റിക് റെറ്റിനോപ്പതി നിർണ്ണയിക്കുന്നതിനും ചികിത്സിക്കുന്നതിനും സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി. ഏത് പാരാമീറ്റർ നിരീക്ഷണം ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റാൻഡർഡൈസ്ഡ് പ്രസിപ്പിറ്റേഷൻ ഇൻഡെക്സ് SPI? വെള്ളപ്പൊക്കം, വരൾച്ച, വായുവിൻ്റെ ഗുണനിലവാരം, വികിരണങ്ങൾ. തന്നിരിക്കുന്നവയിൽ ഏത് പാരാമീറ്റർ നിരീക്ഷണം ഉപയോഗിക്കുന്ന ഉപകരണമാണ് SPI സ്റ്റാൻഡർഡൈസ്ഡ് പ്രസിപ്പിറ്റേഷൻ ഇൻഡെക്സ്? ഓപ്ഷൻ ഡി 2 മാത്രം, വരൾച്ച. വരൾച്ച നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റാൻഡർഡൈസ്ഡ് പ്രസിപ്പിറ്റേഷൻ ഇൻഡെക്സ് SPI. ക്യാൻസറിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഹോം ഗ്രൗണ്ട് ജീൻ തെറാപ്പി ആരംഭിച്ചത് ഏത് സ്ഥലത്താണ്? ക്യാൻസറിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഹോം ഗ്രൗണ്ട് ജീൻ തെറാപ്പി ആരംഭിച്ചത് ഏത് സ്ഥലത്താണ്? ഓപ്ഷൻ എ 2, IIT ബോംബെ. ക്യാൻസറിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഹോം ഗ്രൗണ്ട് ജീൻ തെറാപ്പി ആരംഭിച്ചത് IIT ബോംബെയിലാണ്. താഴെ പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധാപൂർവം വായിക്കുക. 900 ഗ്രാം പിണ്ഡം അഥവാ മാസ് വരുന്ന സീൽ ചെയ്ത വാട്ടർ പ്രൂഫ് പാക്കറ്റ് PK 450 cm3 വ്യാപ്തമുണ്ട്. 150 ഗ്രാം പിണ്ഡം അഥവാ മാസ് വരുന്ന സീൽ ചെയ്ത വാട്ടർ പ്രൂഫ് പാക്കറ്റ് ക്യൂവിന് 300 cm3 വ്യാപ്തമുണ്ട്. ജലത്തിൻ്റെ സാന്ദ്രത 1000 kg/m3 ആണ്. ഈ 2 പാക്കറ്റുകളും ജലത്തിൽ ഇട്ടാൽ ഓപ്ഷൻ സി P മുങ്ങുന്നു, Q പൊങ്ങിക്കിടക്കും. ഒരു വസ്തു ദ്രാവകത്തിൽ മുങ്ങുമോ അതോ പൊങ്ങിക്കിടക്കുമോ എന്ന് തീരുമാനിക്കുന്നത് ആ വസ്തുവിൻ്റെ സാന്ദ്രത അഥവാ ഡെൻസിറ്റിയാണ്. വസ്തുവിൻ്റെ സാന്ദ്രത ദ്രാവകത്തിൻ്റെ സാന്ദ്രതയേക്കാൾ കൂടുതലാണെങ്കിൽ അത് മുങ്ങുകയും കുറവാണെങ്കിൽ പൊങ്ങിക്കിടക്കുകയും ചെയ്യും. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ശബ്ദത്തിൻ്റെ ഘോഷം ലൗഡ്നെസ് മനുഷ്യൻ്റെ കാതുകളുടെ സംവേദനക്ഷമതയെ സെൻസിറ്റിവിറ്റിയെ ആശ്രയിച്ചിരിക്കുന്നു. ശബ്ദത്തിൻ്റെ തീവ്രത ഇൻറ്റൻസിറ്റി മനുഷ്യൻ്റെ കാതുകളുടെ സംവേദനക്ഷമതയെ ആശ്രയിക്കുന്നില്ല. ശബ്ദത്തിൻ്റെ ഘോഷം ലൗഡ്നെസ് ഒരു ഭൗതിക അളവായി അളക്കാൻ സാധിക്കുന്നതാണ്. ശബ്ദത്തിൻ്റെ തീവ്രത ഇൻറ്റൻസിറ്റി ഒരു ഭൗതിക അളവായി അളക്കാൻ കഴിയില്ല. മുകളിലെ പ്രസ്താവനകൾ പരിശോധിക്കുമ്പോൾ ഓപ്ഷൻ എ 1ഉം 2ഉം ശരിയാണ്. ശബ്ദത്തിൻ്റെ ഘോഷം മനുഷ്യൻ്റെ കാതുകളുടെ സംവേദനക്ഷമതയെ ആശ്രയിച്ചിരിക്കുന്നു. ശബ്ദത്തിൻ്റെ തീവ്രത മനുഷ്യൻ്റെ കാതുകളുടെ സംവേദനക്ഷമതയെ ആശ്രയിക്കുന്നില്ല. ഭൂകമ്പ തരംഗങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിലെത്തുന്നതിന് മുൻപ് പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദതരംഗം താഴെ പറയുന്നതിൽ ഏതാണ്? ഭൂകമ്പ തരംഗങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിലെത്തുന്നതിന് മുൻപ് പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദതരംഗം താഴെ പറയുന്നതിൽ ഏതാണ്? ഓപ്ഷൻ ബി ഇൻഫ്രാ സൗണ്ട്. ഭൂകമ്പ തരംഗങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിലെത്തുന്നതിന് മുൻപ് പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദതരംഗം ഇൻഫ്രാ സൗണ്ട് എന്നാണ് പറയുന്നത്. ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ എന്ന സംഘടന പ്രകാശ മലിനീകരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് പ്രസിദ്ധമാണ്. ഈ സംഘടന ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ വീക്ക് ആയിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ വീക്ക് ആയിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഓപ്ഷൻ എ ഏപ്രിൽ മാസത്തിലെ കറുത്തവാവ്. ഏപ്രിൽ മാസത്തിലെ കറുത്തവാവാണ് ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ വീക്കായിട്ട് ആചരിക്കുന്നത്. 2023 ഭൗതികശാസ്ത്ര നോബൽ സമ്മാന ജേതാക്കൾ ആരാണ്? തന്നിരിക്കുന്നവരിൽ 2023 ഭൗതികശാസ്ത്ര നോബൽ സമ്മാന ജേതാക്കൾ ആരാണ്? ഓപ്ഷൻ സി പിയറി അഗോസ്റ്റിനി, ഫ്രെൻക് ക്രൗസ്, ആനൽ ഹുലിയർ. പിയറി അഗോസ്റ്റിനി, ഫെറൻക് ക്രൗസ്, ആനൽ ഹുലിയർ എന്നിവർക്കാണ് 2023 ഭൗതികശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത്. 2024 ഭൗതികശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ജോൺ ജെ ഹോപ്ഫീൽഡിനും ജെഫ്രി ഹിൻഡണിനുമാണ്. 2025 ഭൗതികശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ജോൺ ക്ലാർക്ക്, മൈക്കൽ എച്ച് ഡെവോറൈറ്റ്, ജോൺ എം മാർട്ടിനിസ് എന്നിവർക്കാണ്. 47ാമത്തെയും 48ാമത്തെയും ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. അടുത്ത ചോദ്യം, രക്തത്തിൻ്റെ pH അല്പം ക്ഷാര സ്വഭാവമുള്ളതാണ്. അതിൻ്റെ pH തിരിച്ചറിയുക. രക്തത്തിൻ്റെ
pH അല്പം ക്ഷാര സ്വഭാവമുള്ളതാണ്. അതിൻ്റെ pH തിരിച്ചറിയുക. ഓപ്ഷൻ സി 7.4. രക്തത്തിൻ്റെ pH 7.4 താഴെ തന്നിരിക്കുന്നതിൽ രാസമാറ്റം ഏതിൽ സംഭവിക്കുന്നു? ഐസ് ഉരുകുന്നത്, മെഴുക് ഉരുകുന്നത്, ഇരുമ്പ് തുരുമ്പിക്കുന്നത്, മുട്ട തിളയ്ക്കുന്നത്. തന്നിരിക്കുന്നതിൽ രാസമാറ്റം ഏതിലാണ് സംഭവിക്കുന്നത്? ഓപ്ഷൻ ഡി 3ഉം 4ഉം. ഇരുമ്പ് തുരുമ്പിക്കുന്നത്, മുട്ട തിളയ്ക്കുന്നത്. ഹരിത രീതിയിൽ വസ്ത്രങ്ങൾ അലക്കുന്നതിന് ഡാഷ് പദാർത്ഥം ഉപയോഗിക്കുന്നു. തന്നിരിക്കുന്നതിൽ ഹരിത രീതിയിൽ വസ്ത്രങ്ങൾ അലക്കുന്നതിന് ഉപയോഗിക്കുന്ന പദാർത്ഥം ഓപ്ഷൻ എ ഹൈഡ്രജൻ പെറോക്സൈഡ്. തന്നിരിക്കുന്നതിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് ഹരിത രീതിയിൽ വസ്ത്രങ്ങൾ അലക്കുന്നതിന് ഉപയോഗിക്കുന്ന പദാർത്ഥം. 52ാമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തതാണ്. അടുത്ത ചോദ്യം, ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ. ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ഓപ്ഷൻ സി അഭിനവ് ബിന്ദ്ര. അഭിനവ് ബിന്ദ്രയാണ് ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ. നന്ദനാർ എന്ന തൂലികനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ. നന്ദനാർ എന്ന തൂലികനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ഓപ്ഷൻ ഡി PC ഗോപാലൻ. PC ഗോപാലനാണ് നന്ദനാർ എന്ന തൂലികനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ. തന്നതില്ല പരനുള്ളു കാട്ടുവാനൊന്നുമേ നരനുപായമീശ്വരൻ ഇന്നു ഭാഷയിതപൂർണമിങ്ങഹോ വന്നുപോം പിഴയുമർത്ഥശങ്കയാൽ. ഈ വരികളുടെ കർത്താവ്, കൃതി എന്നിവ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ നിന്നും ശരിയുത്തരം തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ സി കുമാരനാശാൻ, നളിനി. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സ്ഥാപിതമായ വർഷം. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സ്ഥാപിതമായ വർഷം ഓപ്ഷൻ എ 1998. 1998 കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സ്ഥാപിതമായത്. ഇന്ത്യയിൽ ആദ്യത്തെ വനിതാ ആനപ്പാപ്പാൻ ആരാണ്? ഇന്ത്യയിൽ ആദ്യത്തെ വനിതാ ആനപ്പാപ്പാൻ ഓപ്ഷൻ ഡി പാർവതി ബറുവ. പാർവതി ബറുവയാണ് ഇന്ത്യയിൽ ആദ്യത്തെ വനിതാ ആനപ്പാപ്പാൻ. 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനെ തുടർന്ന് മന്ത്രിസ്ഥാനം രാജിവെച്ച കേരളത്തിലെ ഏക മന്ത്രി. 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനെ തുടർന്ന് മന്ത്രിസ്ഥാനം രാജിവെച്ച കേരളത്തിലെ ഏക മന്ത്രിയാണ് ഓപ്ഷൻ ബി കെ രാധാകൃഷ്ണൻ. വിവരസാങ്കേതിക നിയമത്തിലെ വകുപ്പ് 66A ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയം. വിവരസാങ്കേതിക നിയമത്തിലെ വകുപ്പ് 66A ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയം ഓപ്ഷൻ ബി ആശയവിനിമയ സേവനങ്ങളിലൂടെ അപമാനകരമായ സന്ദേശങ്ങൾ അയക്കൽ. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള ക്ലൗഡ് സർവീസ്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള ക്ലൗഡ് സർവീസാണ് ഓപ്ഷൻ ഡി NIC. IoT എന്നത് ഓപ്ഷൻ സി ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്. കൂട്ടത്തിൽ ഒറ്റപ്പെട്ടത് ഒറാക്കിൾ, MS ആക്സസ്, MS എക്സൽ, MySQL. കൂട്ടത്തിൽ ഒറ്റപ്പെട്ടത് PSCയുടെ ഫൈനൽ ആൻസർ കീ പ്രകാരം ഓപ്ഷൻ എ ഒറാക്കിളാണ് ഒറ്റപ്പെട്ടത്. തന്നിരിക്കുന്ന ലിസ്റ്റിലെ ഒരേ ഒരു പ്രൊപ്രൈറ്ററി കൊമേഴ്ഷ്യൽ എൻ്റർപ്രൈസ് സോഫ്റ്റ്വെയർ ആണ് ഒറാക്കിൾ. മറ്റുള്ളവ അടിസ്ഥാനമായി ഡെസ്ക്ടോപ്പ് ടൂളുകളാണ്. ആക്സസ് തുടങ്ങിയവ ബേസിക് ഡെസ്ക്ടോപ്പ് ടൂളുകളാണ്. MySQL ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. ലോകത്തിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഓപ്ഷൻ ഡി വാൻ. ഇതിലേതാണ് ഒരു ഭരണഘടനാ സ്ഥാപനം? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, ദേശീയ പട്ടികജാതി കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷൻ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ. ഇതിലേതാണ് ഒരു ഭരണഘടനാ സ്ഥാപനം? ഓപ്ഷൻ ബി ദേശീയ പട്ടികജാതി കമ്മീഷൻ. ഭരണഘടനയുടെ ഏതെങ്കിലും അനുച്ഛേദത്തിൽ അല്ലെങ്കിൽ ആർട്ടിക്കിളിൽ നേരിട്ട് പരാമർശിച്ചിട്ടുള്ള സ്ഥാപനങ്ങളെയാണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് വിളിക്കുന്നത്. ദേശീയ പട്ടികജാതി കമ്മീഷൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 338 പ്രകാരം സ്ഥാപിതമായ ബോഡിയാണ്. അതുകൊണ്ട് ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ NHRC പാർലമെൻറ്റ് പാസ്സാക്കിയൊരു നിയമത്തിലൂടെ, പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് 1993 ഉണ്ടായ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ദേശീയ വനിതാ കമ്മീഷൻ ഒരു
നിയമത്തിലൂടെ നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ ആക്ട് 1990 നിലവിൽ വന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിയമപരമായി അധികാരമുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ആക്ട് 1992 പ്രകാരം രൂപം കൊണ്ടതാണ്. ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം മജിസ്ട്രേറ്റിന് പുറപ്പെടുവിക്കാവുന്ന ഉത്തരവുകൾ: സംരക്ഷണ ഉത്തരവ്, താമസ സൗകര്യത്തിനുള്ള ഉത്തരവ്, നഷ്ടപരിഹാരത്തിനുള്ള ഉത്തരവ്, കസ്റ്റഡി ഉത്തരവ്. ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം മജിസ്ട്രേറ്റിന് പുറപ്പെടുവിക്കാവുന്ന ഉത്തരവുകൾ: ഓപ്ഷൻ സി 1, 2, 3, 4 ഇവയെല്ലാം. തന്നിരിക്കുന്ന 4 തന്നെ ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം മജിസ്ട്രേറ്റിന് പുറപ്പെടുവിക്കാവുന്ന ഉത്തരവുകളാണ്. വിവരാവകാശ നിയമപ്രകാരം കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? വിവരാവകാശ നിയമപ്രകാരം കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ഓപ്ഷൻ സി പ്രസിഡന്റ്. വിവരാവകാശ നിയമപ്രകാരം കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് പ്രസിഡന്റാണ്. താഴെ പറയുന്നതിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം പുതുതായി ഉൾക്കൊള്ളിച്ചത് ഏതാണ്? ഇ-കൊമേഴ്സ്, ഓൺലൈൻ പരാതി നൽകൽ, പരാതിക്കാരൻ താമസിക്കുന്ന സ്ഥലത്ത് പരാതി നൽകൽ, മധ്യസ്ഥതയിലൂടെ തർക്കപരിഹാരം. തന്നിരിക്കുന്നവയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം പുതുതായി ഉൾക്കൊള്ളിച്ചത് ഏതാണ്? ഓപ്ഷൻ ഡി 1, 2, 3, 4 ഇവയെല്ലാം. തന്നിരിക്കുന്ന 4 തന്നെ ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം പുതുതായി ഉൾക്കൊള്ളിച്ചതാണ്. പോക്സോ നിയമപ്രകാരം ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? കേസുമായി ബന്ധപ്പെട്ട കുട്ടിയുടെ വ്യക്തിത്വം വെളിപ്പെടുത്താൻ പാടില്ല. മൊഴിയെടുക്കുന്നതിന് കുട്ടിയുടെ താമസ സ്ഥലത്ത് വെച്ചായിരിക്കണം. പോലീസ് മൊഴിയെടുക്കുമ്പോൾ യൂണിഫോമിൽ ആയിരിക്കണം. ഒരു കാരണവശാലും കുട്ടിയെ രാത്രി തടങ്കലിൽ വയ്ക്കാൻ പാടില്ല. പോക്സോ നിയമപ്രകാരം ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി പോലീസ് മൊഴിയെടുക്കുമ്പോൾ യൂണിഫോമിലായിരിക്കണമെന്ന പ്രസ്താവനയാണ് ശരിയല്ലാത്തത്. 69ാമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തതാണ്. അടുത്ത ചോദ്യം: ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ അധ്യക്ഷൻ. ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ അധ്യക്ഷൻ. PSCയുടെ ഫൈനൽ ആൻസർ ഈ പ്രകാരം ഓപ്ഷൻ ബി ശ്രീ ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് ഉത്തരമായി നൽകിയിരിക്കുന്നത്. പക്ഷേ ഔദ്യോഗിക വെബ്സൈറ്റുകൾ പ്രകാരം ഈ പൊസിഷൻ ഇപ്പോൾ വേക്കൻ്റ് ആണ്. മാത്സ് ചോദ്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. ഇംഗ്ലീഷ് ചോദ്യങ്ങൾ നോക്കാം. Neither Mr. Gupta's sons nor his daughter dash to the gym regularly. Neither Mr. Gupta's sons nor his daughter dash to the gym regularly. Option D goes. Neither Mr. Gupta's sons nor his daughter goes to the gym regularly. If she called me, I dash the party. If she called me, I dash the party. Option B would attend. If she called me, I would attend the party. Dash boy who talked to me yesterday turned out to be my old neighbor's son. Dash boy who talked to me yesterday turned out to be my old neighbor's son. Option D. The boy who talked to me yesterday turned out to be my old neighbor's son. I would rather have a tea dash coffee. I would rather have a tea dash coffee. Option A. Than. I would rather have a tea than coffee. I am older than you dash question mark. I am older than you. Option D. Aren't I? I am older than you. Aren't I? Little Anne always dashed to her older brother. Little Anne always dashed to her older brother. Option A. Looks up to. Little Anne always looks up to her older brother. Diana's shoes were the perfect to her entire outfit. Diana's shoes were the perfect to her entire outfit. Option B. Compliment. Diana's shoes were the perfect complement to her entire outfit. The company gives bonus to its employees only dash because the management is not very generous. The company gives bonus to its employees only dash because the management is not very generous. Option C. Once in a blue moon.
The company gives bonus to its employees only once in a blue moon because the management is not very generous. Substitute the underlined phrase with suitable word from the following. Susan doesn't go to church as she calls herself as someone who doesn't believe in the existence of God. Someone who doesn't believe in the existence of God. Option D, atheist. Which of the following has the same meaning as complete? Which of the following has the same meaning as complete? Option C, whole. അടുത്തതായി മലയാളം ചോദ്യങ്ങൾ. ശരിയായ വാക്യം ഏത്? യഥാസമയത്ത് എത്തിച്ചേർന്നു, ഓരോ വീട് തോറും കയറി പ്രചാരണം നടത്തി, ഇന്നലെ തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല, ഒരുപക്ഷേ ഞാൻ വന്നെന്ന് വരാം. ശരിയായ വാക്യം ഓപ്ഷൻ സി, ഇന്നലെ തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല. ശരിയായ രൂപമേത്? ജാള്യം, ജളത, ജളത്വം, ജാള്യത. ശരിയായ രൂപം ഓപ്ഷൻ ഡി, ജാള്യത. മകൾ എന്നർത്ഥമുള്ള പദം ഏതാണ്? മകൾ എന്നർത്ഥമുള്ള പദം ഓപ്ഷൻ സി, തനയ. രവം, വിപരീത പദം എഴുതുക. രവം, വിപരീത പദം ഓപ്ഷൻ എ, നീരവം. അന്ധ പ്ലസ് ഛിദ്രം ചേർത്തെഴുതുമ്പോൾ, അന്ധ പ്ലസ് ഛിദ്രം ചേർത്തെഴുതുമ്പോൾ ഓപ്ഷൻ ബി, അന്തശ്ചിദ്രം. ജ്ഞാനത്തിൽ ഇച്ഛയുള്ളവൻ ഒറ്റപ്പദമേത്? ജ്ഞാനത്തിൽ ഇച്ഛയുള്ളവൻ ഒറ്റപ്പദം ഓപ്ഷൻ ഡി, ജിജ്ഞാസു. കിങ്കരൻ സ്ത്രീലിംഗം എഴുതുക. കിങ്കരൻ സ്ത്രീലിംഗം ഓപ്ഷൻ ബി, കിങ്കരി. അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം എഴുതുക. മിടുക്കർ, അമ്മമാർ, പിതാക്കൾ, ഭട്ടർ. അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഓപ്ഷൻ എ, മിടുക്കർ. വാങ്മയം പിരിച്ചെഴുതുമ്പോൾ വാങ്മയം ഓപ്ഷൻ ബി, വാക് പ്ലസ് മയം. നിസ്സഹായന്മാരെ ഉപദ്രവിക്കരുത് എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ലേത്? നിസ്സഹായന്മാരെ ഉപദ്രവിക്കരുത് എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ല് ഓപ്ഷൻ ഡി, കുരുടന്മാരോടരുത്. PSC ഫൈനൽ ആൻസർ കീ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.